നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് കർക്കിടകവാവ്. പിതൃമുക്തിക്കായി പതിനായിരങ്ങൾ. അമ്പലങ്ങളിലും സ്നാനഘട്ടങ്ങളിലും കടൽ തീരങ്ങളിലും ബലിയർപ്പിച്ച വിശ്വാസികൾ. മുൻകരുതൽ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടവും. വയനാട് ഡിസാസ്റ്റർ ടൂറിസം ഒരിക്കലും അനുവദിക്കില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ക്യാമ്പിലുള്ളവർക്ക് ആശ്വാസം പകർന്ന് ലഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാലും. വ്യാജ പ്രചാരണങ്ങൾക്കിടയിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം. 5 ലക്ഷം നൽകി പ്രിയ കഥാകാരൻ പത്മനാഭനും. ആസാദി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം പി ദിവ്യയ്ക്ക്. മികച്ച കൗൺസിലർ പി ഇന്ദിര. പുരസ്കാരങ്ങൾ സ്വാതന്ത്ര്യദിനത്തിൽ കൈമാറും. കണ്ണൂരിന് ഇത് അഭിമാന നേട്ടം. വാർത്തകൾ വിശദമായി. ഇന്ന് കർക്കിടകവാവ്. ജില്ലയിൽ വിവിധയിടങ്ങളിൽ പിതൃക്കളുടെ സ്മരണയിൽ വിശ്വാസികൾ ബലിതർപ്പണം നടത്തി. പയ്യാമ്പലം കടൽ തീരത്ത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തർപ്പണത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തി. പുലർച്ചെ 4 മണിയോടെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഇത്തവണ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബലിതർപ്പണത്തിനെത്തിയവരുടെ എണ്ണത്തിൽ കുറവനുഭവപ്പെട്ടു. കണ്ണൂർ ശ്രേഷ്ഠാചാര്യ സഭയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിന് രാമകൃഷ്ണൻ പുതിയതെരു കാർമ്മികത്വം വഹിച്ചു. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങും ലഘുഭക്ഷണ സൗകര്യവും ഏർപ്പെടുത്തി. ഗോപാലകൃഷ്ണ ശാന്തി കാർമ്മികത്വം നടത്തി. സേവാഭാരതി രക്ഷാധികാരി KG ബാബു, സജീവൻ മാസ്റ്റർ, പ്രശാന്ത് P, റജിൽ, ജഗദീഷ് തുടങ്ങിയവരും നേതൃത്വം നൽകി. IRPCയും ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയും ബലിതർപ്പണത്തിനെത്തിയവർക്ക് ലഘുഭക്ഷണവും വൈദ്യസഹായവും നൽകി. ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ, സാജിദ് PM, MT സതീശൻ, ഷഹറാസ്, KK റിജു, M സാജിദ്, PK പ്രകാശൻ, വിനോദ് കണ്ടക്കൈ, അബ്ദുൾ ജലീൽ, സുരേഷൻ, അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് സേവാദൾ കമ്മിറ്റിയും സേവാദൾ യങ് ബ്രിഗേഡിന്റെയും നേതൃത്വത്തിൽ ചടങ്ങിനെത്തിയവർക്കുള്ള ലഘുഭക്ഷണ വിതരണം മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സേവാദൾ ജില്ലാ പ്രസിഡന്റ് മധു എരമം, റിജിൽ ബാബു, അനീഷ് KK, ശ്രീജിത്ത് K കൊങ്ങാടൻ, പ്രശാന്ത് P, നാരായണൻ TK, അനന്തൻ NP, രജീഷ് K, സുധീർ കുമാർ KP, സന്ധ്യ രാജേഷ്, അഖില, അഭിലാഷ്, ദിൽന, റീനു തുടങ്ങിയവർ നേതൃത്വം നൽകി. പോലീസ്, അഗ്നിരക്ഷാസേന, ലൈഫ് ഗാർഡ്, കോസ്റ്റൽ വാർഡർ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷാ സൗകര്യവും ഒരുക്കിയിരുന്നു. തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പുലർച്ചെ 4:30 മണി മുതൽ ബലിതർപ്പണം ആരംഭിച്ചിരുന്നു. അതിനു മുമ്പായി തന്നെ ക്ഷേത്രാങ്കണത്തിൽ വൻ ജനാവലി എത്തിച്ചേർന്നിരുന്നു. ശാന്തിക്കാരായ സുരേഷ്, പ്രവീൺ, മധു എന്നിവർ ബലിതർപ്പണത്തിന് കാർമ്മികത്വം വഹിച്ചു. പിതൃതർപ്പണം, തിലഹവനം, പ്രതിമ സങ്കല്പം, ക്ഷേത്രപിണ്ഡം മുതലായ പിതൃകർമ്മങ്ങളും നടന്നു. ശ്രീകണ്ഠാപുരം ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലും പിതൃബലി തർപ്പണം നടന്നു. 100ഓളം പേർ പങ്കെടുത്തു. താന്ത്രിക ആചാര്യൻ പരിപ്പായി വട്ടക്കുന്നിലത്ത് ബ്രഹ്മശ്രീ വിജയകുമാർ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. PK ഹരിശ്ചന്ദ്രൻ, അപ്പു കണ്ണാവിൽ, PK ബിജു എന്നിവർ നേതൃത്വം നൽകി. കർക്കിടകവാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ച് ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ബലിതർപ്പണം തോട്ടട ബീച്ചിൽ നടന്നു. നിരവധി പേർ പങ്കെടുത്തു. പുലർച്ചെ മുതൽ തന്നെ കർമ്മങ്ങൾ ആരംഭിച്ചിരുന്നു. കാലാവസ്ഥ അനുകൂലമായതിനാൽ ചടങ്ങുകളെല്ലാം കൃത്യമായി നിർവഹിക്കുന്നതിനും ഏവർക്കും സാധിച്ചു. അന്നമൂട്ടി പിതൃചൈതന്യത്തെ ധന്യമാക്കാനാണ് കർക്കിടക വാവുബലി നടത്തുന്നത്. ശരീരശുദ്ധിക്കൊപ്പം മനഃശുദ്ധിക്കും വാവുബലി പ്രാധാന്യം കൽപ്പിക്കുന്നു. ദേവതകളെ പൂജിക്കുന്നതിനേക്കാൾ ശുദ്ധിയോടെ വേണം പിതൃതർപ്പണം ചെയ്യാനെന്നാണ് വിശ്വാസം. അച്ഛനും അമ്മയും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കൾക്ക് മാത്രമായുള്ള ബലിതർപ്പണമല്ല കർക്കിടക വാവുബലി. ജീവിതത്തിൽ നമുക്ക് നന്മയും സഹായവും ചെയ്ത് നമ്മെ വിട്ടുപിരിഞ്ഞ മുഴുവൻ പേരുടെയും സ്മരണ നിലനിർത്തുക കൂടിയാണ് അതിലൂടെ കർമ്മം ചെയ്യുന്നവർ ചെയ്യുന്നത്. ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇന്ന് വാവുബലി തർപ്പണം നടന്നിരുന്നു. കനത്ത മഴ മുന്നറിയിപ്പുള്ളതിനാൽ തന്നെയും കടലിലും തീരപ്രദേശങ്ങളിലും പുഴയോരങ്ങളിലും കർക്കിടക വാവിന്റെ ഭാഗമായുള്ള ബലിതർപ്പണ സമയത്ത് ആളുകൾ മുൻകരുതലെടുക്കണമെന്ന് ജില്ലാ ഭരണകൂടവും നേരത്തെ അറിയിച്ചതാണ്. ബലിതർപ്പണ സമയത്ത് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. കടലിലേക്ക് ഒന്നിച്ച് കൂടുതൽ ആളുകൾ ഇറങ്ങിപ്പോവരുതെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഒരു കാരണവശാലും കടലിലോ പുഴയിലോ നീന്താൻ പാടില്ലെന്നും അപകട സാധ്യത മുന്നറിയിപ്പ് ബോർഡുകളിലെ നിർദ്ദേശങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കണമെന്നും പോലീസ്, അഗ്നിരക്ഷാസേന, റവന്യൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കണമെന്നും ഡെപ്യൂട്ടി കലക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റും അറിയിച്ചിരുന്നു. പിതൃക്കൾക്ക് തൃപ്തി വരാൻ അവരെ മനസ്സുകൊണ്ട് സ്മരിച്ച് മന്ത്രം ചൊല്ലി ദർഭയും കർപ്പൂരവുമെടുത്ത് ഇലയിൽ വെച്ച് തെക്ക് തുമ്പാക്കി വെച്ച് പിതാമഹന്മാരെ സ്മരിച്ചുകൊണ്ടായിരുന്നു ഇത്തവണത്തെ ബാവുബലി തർപ്പണം നടത്തി എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. വയനാട്ടിലെ ദുരന്ത പ്രദേശങ്ങൾ സന്ദർശിക്കാനും മറ്റും അനാവശ്യമായി എത്തുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. ഡിസാസ്റ്റർ ടൂറിസമല്ല, മറിച്ചൊരു മനസ്സോടെയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ആവശ്യം. ക്യാമ്പുകളിലുള്ളവരുടെ സ്വകാര്യതയെ ഹനിക്കും വിധം സന്ദർശകർ എത്തുന്നത് ക്യാമ്പിലെ ശുചിത്വത്തെയും സാരമായി ബാധിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.
പറഞ്ഞറിയിക്കാനാവാത്ത അത്രയും തീവ്രമായ ദുരന്തമുഖത്താണ് നാടുള്ളത്. ടൂറിസ്റ്റുകളെ പോലെ ദുരന്ത പ്രദേശങ്ങൾ കാണാനെത്തുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. വളരെ കുറച്ചുപേർ മാത്രമേ ഇത്തരത്തിൽ എത്തുന്നുള്ളൂ എങ്കിലും ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണെന്നും മന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള അനാവശ്യ സന്ദർശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തും. ക്യാമ്പുകളിലേക്കുള്ള സന്ദർശകരുടെ ഒഴുക്ക് ക്യാമ്പുകളുടെ ശുചിത്വത്തെയും സ്വകാര്യതയും ദോഷകരമായി ബാധിക്കുകയാണ്. സന്ദർശനം ഒഴിവാക്കി രക്ഷാപ്രവർത്തകരോടൊപ്പം മനസ്സു ചേർന്ന് നിൽക്കുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഓരോരുത്തരും ചെയ്യേണ്ടത്. രക്ഷാപ്രവർത്തകർക്കും ദുരിതബാധിതർക്കുമുള്ള ഭക്ഷണം കൃത്യമായി എത്തിക്കാൻ സർക്കാർ കൃത്യമായ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമ്പുകളിലേക്കും മറ്റും ഭക്ഷണവുമായി വലിയ സംഘങ്ങൾ എത്തുന്നതും ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകി നടൻ മോഹൻലാൽ. ആർമി ക്യാമ്പിൽ എത്തിയ ശേഷം ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരന്തഭൂമി സന്ദർശിച്ചു. ക്യാമ്പിൽ കഴിയുന്നവരെയും നടൻ നേരിൽ കണ്ടു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപയും ലാലിന്റെ തന്നെ വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടിയുടെ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 2018-ലുണ്ടായ മഹാപ്രളയ സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു. നേരത്തെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെക്കുറിച്ച് മോഹൻലാൽ കുറേയധികം കാര്യങ്ങളും പറഞ്ഞിരുന്നു. വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ മുണ്ടക്കൈ ദുരന്തഭൂമിയായിരിക്കുകയാണെന്നും രക്ഷാപ്രവർത്തനം 6 സോണുകളായി നടത്തുകയാണെന്നും കാണാമറിയത്ത് ഇനിയും ഒരുപാട് പേരുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു. രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ സല്യൂട്ട് ചെയ്യുകയാണ്. ദുരന്തമുഖത്ത് ധീരതയോടെ അക്ഷീണം തങ്ങളുടെ പ്രയത്നങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ, പോലീസുകാർ, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, സൈനികർ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയെയും അഭിവാദ്യം ചെയ്യുന്നതായും മോഹൻലാൽ പറഞ്ഞു. മുമ്പും നമ്മൾ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ടെന്നും കൂടുതൽ ശക്തരാവുകയും ചെയ്തിട്ടുണ്ടെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. ദുഷ്കരമായ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കുവാനും ഐക്യത്തിന്റെ ശക്തി കാണിക്കുവാനും നമുക്കാവണമെന്നും അതിനായി പ്രാർത്ഥിക്കുകയാണെന്നും മോഹൻലാൽ പറഞ്ഞു. അതേസമയം വയനാടിന് 3 കോടിയുടെ സഹായവുമായി മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷനും രംഗത്തുണ്ട്. മുണ്ടക്കൈ LP സ്കൂൾ പുനർനിർമ്മിക്കാനുള്ള നടപടികളും കൈക്കൊണ്ടിട്ടുള്ളതായും മോഹൻലാൽ അറിയിച്ചു. വാർത്തയിലൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് കർക്കിടകവാവ്. പിതൃമുക്തിക്കായി 10,000. അമ്പലങ്ങളിലും സ്നാനഘട്ടങ്ങളിലും കടൽ തീരങ്ങളിലും ബലിയർപ്പിച്ച് വിശ്വാസികൾ. മുൻകരുതൽ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടവും. വയനാട് ഡിസാസ്റ്റർ ടൂറിസം ഒരിക്കലും അനുവദിക്കില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ക്യാമ്പിലുള്ളവർക്ക് ആശ്വാസം പകർന്ന് ലഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാലും. വ്യാജ പ്രചാരണങ്ങൾക്കിടയിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം. 5 ലക്ഷം നൽകി പ്രിയ കഥാകാരൻ പത്മനാഭനും. ആസാദി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം PP ദിവ്യയ്ക്ക്. മികച്ച കൗൺസിലർ P ഇന്ദിര. പുരസ്കാരങ്ങൾ സ്വാതന്ത്ര്യദിനത്തിൽ കൈമാറും. കണ്ണൂരിന് ഇത് അഭിമാന നേട്ടം. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Irikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. പ്രമുഖ കഥാകൃത്ത് ടി പത്മനാഭനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. 5 ലക്ഷം രൂപയാണ് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി പ്രിയ കഥാകൃത്ത് നൽകിയത്. KV സുമേഷ് MLA ചെക്ക് ഏറ്റുവാങ്ങി. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ സംഘടിത വ്യാജ പ്രചരണം നടക്കുമ്പോഴും മനുഷ്യസ്നേഹികൾ അതൊന്നും ചെവി കൊടുക്കാതെ തന്നാലാവുന്നത് സംഭാവന ചെയ്യുന്നത് തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ മലയാളത്തിന്റെ പ്രിയ കഥാകൃത്ത് ടി പത്മനാഭനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ നൽകിയത്. KV സുമേഷ് MLA ആണ് ചെക്ക് ഏറ്റുവാങ്ങിയത്. വയനാട് ചൂരൽമലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവർക്ക് സഹായം എത്തിക്കുന്നതിനാണ് CMDRFിലേക്ക് സംഭാവന നൽകിയത്. സാധാരണക്കാർ തൊട്ട് സിനിമാ താരങ്ങളും വ്യാപാര വ്യവസായ പ്രമുഖരും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി വരുന്നുണ്ട്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ ഹാൻവീവ് വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടൽ ദുരന്തം സാരമായി ബാധിച്ച പ്രദേശത്തെ ജനങ്ങൾക്ക് അത്യാവശ്യമായി ഉപയോഗത്തിനുള്ള തുണിത്തരങ്ങൾ നൽകി. കണ്ണൂർ ജില്ലാ കളക്ടർ മുഖാന്തരമാണ് സാധനങ്ങൾ കൈമാറിയത്. തുണിത്തരങ്ങൾ കൈമാറിയ ചടങ്ങിൽ ചെയർമാൻ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, മാനേജിംഗ് ഡയറക്ടർ ശ്രീ അരുണാചലൻ സുകുമാർ എന്നിവരുടെ അഭാവത്തിൽ കമ്പനി സെക്രട്ടറി ശ്രീ അരുൺ അഗസ്റ്റിൻ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ശ്രീ സുനിൽ മാത്യു, മാർക്കറ്റിംഗ് മാനേജർ സുദീപ് OK, RMB ശ്രീ ഷാജി V, റീജിയണൽ മാനേജർ ശ്രീ സലീം TK എന്നിവർ പങ്കെടുത്തു. പ്രമുഖ സോഷ്യലിസ്റ്റും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന രാജ്നാരായണൻജിയുടെ സ്മരണാർത്ഥം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലോക്ബന്ധു രാജ്നാരായൺജി ഫൗണ്ടേഷൻ മാധ്യമകലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകർക്ക് നൽകി വരുന്ന ആസാദി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്കും മികച്ച കൗൺസിലർക്കുള്ള പുരസ്കാരം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിരയ്ക്കും നൽകും. പൊതുപ്രവർത്തകൻ KK ജയപ്രകാശ്, സാമൂഹിക പ്രവർത്തക സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ഡോക്ടർ ഷമാ മുഹമ്മദ്, വാർത്താ അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിം തുടങ്ങിയവർക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ ചേംബർ ഹാളിൽ വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ കൈമാറുമെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ മുഹമ്മദ് ആസിഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൊമെന്റവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി PP ദിവ്യ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. മികച്ച കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് P ഇന്ദിര, ഡെപ്യൂട്ടി മേയർ കണ്ണൂർ നഗരസഭ. മികച്ച പൊതുപ്രവർത്തകൻ KK ജയപ്രകാശ്. ഡോക്ടർ ഷമ മുഹമ്മദ്, മികച്ച സാമൂഹിക പ്രവർത്തക സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ. മികച്ച വാർത്താ അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിം, 24 ന്യൂസ്. മികച്ച മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ബീന പ്രസാദ്, ഔട്ട്പുട്ട് എഡിറ്റർ ജനൻ TV. മികച്ച റിപ്പോർട്ടർ അർജുൻ കല്യാട്, റിപ്പോർട്ടർ TV. മികച്ച വനിതാ റിപ്പോർട്ടർ മിഥില ബാലൻ, സീനിയർ റിപ്പോർട്ടർ 24 ന്യൂസ്. മികച്ച യുവ പ്രതിഭാ പുരസ്കാരം നിയാസ് റഹ്മാൻ, മനോരമ ന്യൂസ്. മികച്ച ക്രൈം റിപ്പോർട്ടർ വിജിൻ വായന്തോട്, കൈരളി TV. മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടർ രാഹുൽ KV, സീനിയർ റിപ്പോർട്ടർ മാതൃഭൂമി ന്യൂസ്. സാമൂഹ്യ പ്രതിബദ്ധ റിപ്പോർട്ടർ മുഹമ്മദ് അസ്ലം, സീനിയർ റിപ്പോർട്ടർ മീഡിയ 1. സംസ്ഥാന കോർഡിനേറ്റർമാരായ ഷൈദ പ്രവീൺ, P ജാഫർ, MV ആസിഫ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ 2024 ഓഗസ്റ്റ് ഡെങ്കിപ്പനി വിരുദ്ധ മാസാചരണത്തോടനുബന്ധിച്ച് ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ പ്രദർശനവും നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയൂഷ് M നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകി. കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങ് കണ്ണൂർ കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ KM സാബറ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഓഡിറ്റോറിയം പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് ഒഴിവാക്കിയിട്ട് നേരിട്ട് കൂടുതൽ ആൾക്കാർ വരാൻ സാധ്യതയുള്ള ഈ ഒരു ഇടം ആയ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഡെങ്കിപ്പനിയുടെ കാര്യത്തിന് ഒരു വിശദമായ ബോധവൽക്കരണ ക്ലാസ് തന്നെ ഇവിടെ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ കാര്യത്തിലേക്ക് പോകുന്നില്ല. ആകെ പറയാനുള്ളത് നമ്മുടെ ജില്ലയിലെ ഡെങ്കിപ്പനിയുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ് നിലവിൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 300-400 കേസുകളൊക്കെയാണ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഈ ജൂലൈ മാസം വരെ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ അത് 2300-ലധികം കേസുകളായിട്ട് നിൽക്കുകയാണ്. അതിന് പ്രധാന കാരണം എന്നുള്ളത് ഒരു കാരണം നമുക്ക് പറയാൻ സാധിക്കുന്നത് ഡെങ്കിപ്പനിക്ക് ഒരു ശാസ്ത്രീയമായ ഒരു കാര്യമുണ്ട്. അതായത്
ഓരോ 2-3 വർഷം കൂടുമ്പോഴും ഒരുപാട് കേസ് കൂടും. അതേസമയം തന്നെ നമുക്ക് അതുകൊണ്ട് കേസ് കൂടുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നുള്ളത് അതിലൂടെ സംഭവിക്കുന്ന മരണങ്ങളാണ്. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സച്ചിൻ കെ സി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ ഷിനി കെ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ജില്ലാ വെക്ടർ യൂണിറ്റ് കൺട്രോളിന്റെയും ജില്ലാ മാസ് മീഡിയ വിഭാഗത്തിന്റെയും മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ ഡെങ്കിപ്പനി വിരുദ്ധ നോട്ടീസ് പ്രകാശനവും നടന്നു. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൊതുകുജന്യ രോഗങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണ പ്രദർശനവും നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് രാധാകൃഷ്ണൻ പി, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ബയോളജിസ്റ്റ് രമേശൻ CP, ജില്ലാ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ സുധീഷ് T, ആർദ്ര SS എന്നിവർ പങ്കെടുത്തു. ജില്ലയിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ജില്ലയിൽ ഇതുവരെയായി 3200 ഡെങ്കിപ്പനി കേസുകൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ചെറിയ വെള്ളക്കെട്ടുകളായ ചിരട്ട, മുട്ടത്തോട്, വിറകുകൾ മൂടിവെക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ്, അലക്ഷ്യമായി വലിച്ചെറിയുന്ന ബോട്ടിലുകൾ എന്നിവിടങ്ങളിലെയും വീടുകൾക്ക് അകത്തുള്ള മണി പ്ലാന്റ് തുടങ്ങിയ ഇൻഡോർ ചെടികളിലെയും ഫ്രിഡ്ജിന്റെ ട്രേ തുടങ്ങിയവയിൽ കെട്ടിക്കിടക്കുന്നതുമായ ശുദ്ധജലത്തിലാണ് പൊതുവെ മുട്ടയിടുന്നത്. കൊതുക് മുട്ടയിട്ട് കഴിഞ്ഞാൽ 7 മുതൽ 10 ദിവസം വരെ കൊണ്ട് ലാർവ വിരിഞ്ഞ് പുതിയ കൊതുകുകൾ പുറത്തു വരുമെന്ന് ഓർക്കണം. വീടുകളിലെയും മറ്റു പരിസരങ്ങളിലും ചെറിയ വെള്ളക്കെട്ടുകൾ നീക്കം ചെയ്യുകയും അതിനകത്ത് കൊതുക് വളർന്നില്ല എന്ന് ആഴ്ചതോറും ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇത്തരത്തിലുള്ള ഉറവിട നശീകരണം ആഴ്ചതോറും കൃത്യമായി നടത്തുന്നതിനായി ആഴ്ചയിൽ 1 വീതം ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആചരിക്കണം. സ്വാമി ചിന്മയാനന്ദന്റെ 31ാം സമാധി വാർഷിക ദിനം ചിന്മയ മിഷന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. ചിന്മയ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും വിവിധ പരിപാടികൾ നടന്നു. ഗുരുസ്തോത്രം, ഗുരുപാദുക പൂജ, സമ്പൂർണ്ണ ഗീതാ പാരായണം, ഭജന, ചിന്മയ ആരതി തുടങ്ങിയവ നടന്നു. ചിന്മയ മിഷൻ ഭാരവാഹികളായ KK രാജൻ, മഹേഷ് ചന്ദ്ര ബാലിക, വിനീഷ് രാജഗോപാൽ, K മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 10 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണം 6470, പവന് 51,760 രൂപ, വെള്ളി 90 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് കർക്കിടകവാവ്, പിതൃമുക്തിക്കായി 10,000. അമ്പലങ്ങളിലും സ്നാനഘട്ടങ്ങളിലും കടൽ തീരങ്ങളിലും ബലിയർപ്പിച്ച വിശ്വാസികൾ. മുൻകരുതൽ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടവും. വയനാട് ഡിസാസ്റ്റർ ടൂറിസം ഒരിക്കലും അനുവദിക്കില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ക്യാമ്പിലുള്ളവർക്ക് ആശ്വാസം പകർന്ന് ലഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാലും. വ്യാജ പ്രചാരണങ്ങൾക്കിടയിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം. 5 ലക്ഷം നൽകി പ്രിയ കഥാകാരൻ പത്മനാഭനും. ആസാദി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം PP ദിവ്യയ്ക്ക്. മികച്ച കൗൺസിലർ P ഇന്ദിര. പുരസ്കാരങ്ങൾ സ്വാതന്ത്ര്യദിനത്തിൽ കൈമാറും. കണ്ണൂരിന് ഇത് അഭിമാന നേട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.